നമസ്കാരം, ഞാൻ ഡോക്ടർ ജിതിൻ ജോർജ്, തൊടുപുഴ ചാടികാട്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം തലവേദനയെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും തലവേദന അനുഭവിച്ചിട്ടുണ്ടാവും. ആ തലവേദനകൾ പലപ്പോഴും നമ്മൾ കാര്യമായി എടുക്കാറില്ല. പക്ഷേ എപ്പോഴാണ് നമ്മൾ തലവേദനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? തലവേദന നമുക്ക് സാധാരണയായി രണ്ട് തരമുണ്ട്. പ്രൈമറി ഹെഡേക്ക് എന്നും പറയും, സെക്കൻഡറി ഹെഡേക്ക് എന്നും പറയും. അതിലെ പ്രൈമറി ഹെഡേക്കിൽ പെടുന്നതാണ് ഈ മൈഗ്രെയിൻ തലവേദന, ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്, ട്രൈജെമിനൽ ഓട്ടോണോമിക് കെഫലാൽജിയ എന്ന് പറയുന്ന തലവേദനകൾ. സോ ഇതിൽ ഏറ്റവും കോമണായി എല്ലാവരും കേട്ടിട്ടുള്ളത് മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ചായിരിക്കും. മൈഗ്രെയിൻ തലവേദന സാധാരണ ഒരു സൈഡിലായിരിക്കും വരുന്നത്, പക്ഷേ രണ്ട് സൈഡിലും വരാം. സൈഡുകൾ മാറി മാറിയും വരാറുണ്ട്. ഈ തലവേദനയുടെ ഡ്യൂറേഷൻ ഏകദേശം 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെയാണ് നീണ്ടു നിൽക്കുന്നത്. മൈഗ്രെയിൻ വരുന്നവർക്ക് തലവേദനയുടെ കൂടെ ഛർദ്ദിക്കാൻ വരികയോ ഛർദിയോ അഥവാ നമുക്ക് വെളിച്ചം കാണുമ്പോൾ കൂടുതൽ പ്രശ്നം, സൗണ്ട് കേട്ടാൽ കൂടുതൽ ദേഷ്യം വരിക, തലവേദന കൂടുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് സാധാരണ മൈഗ്രെയിൻ തലവേദനയിൽ കാണുന്നത്. മൈഗ്രെയിൻ തലവേദന കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് റെയറാണ്. സാധാരണ വന്നു പോയി അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര തലവേദനയിൽ കൂടുതലായാലാണ് സ്ഥിരമായി തലവേദന വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. തലവേദന വരുന്നതിൻ്റെ കൂടത്തിൽ നമുക്ക് ചിലപ്പോൾ ഓറ കാണും. ഓറ എന്ന് വെച്ചാൽ കാഴ്ചയ്ക്ക് വരുന്ന മങ്ങലോ അല്ലെങ്കിൽ കളറുകൾ കാണുന്ന പോലെയോ അല്ലെങ്കിൽ റെയിൻബോ കാണുന്ന പോലെയോ അല്ലെങ്കിൽ നമുക്ക് മിന്നാമിനിങ്ങനെ വെട്ടം ലൈറ്റ് അടിക്കുന്ന പോലെ. അപ്പോൾ ഇങ്ങനത്തെ പ്രവണതകളൊക്കെ നമ്മൾ കാണുന്നു തലവേദന വരുന്നതിന് മുമ്പിലെങ്കിൽ അതിൻ്റെ പേരാണ് വിഷ്വൽ ഓറ എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് അത് തലകറക്കമായിട്ട് വരാം. അപ്പം ചിലർ ഇയർ ബാലൻസ് എന്ന് മാത്രം പറയുന്ന പ്രശ്നങ്ങൾ ചിലപ്പം വെസ്റ്റിബുലാർ മൈഗ്രെയിൻ ആയിരിക്കുക. മൈഗ്രെയിൻ്റെ തന്നെ ഒരു വകഭേദമായിട്ട് മൈഗ്രെയിൻ്റെ ഓറ വന്നിട്ട് തലകറക്കം വരുന്നതാവാം. അപ്പം അങ്ങനത്തെ തലവേദനകൾക്കാണെങ്കിൽ നമ്മളതിനെ മൈഗ്രെയിൻ വിത്ത് ഓറ എന്നാണ് പറയുന്നത്. അപ്പം മൈഗ്രെയിൻ വിത്ത് ഓറ, ഈ ഓറയുള്ള തലവേദനകളാണെങ്കിൽ ഒരു മാസത്തിൽ 3-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ തലവേദന ഇനി വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കണം. മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ എന്ന് പറഞ്ഞാൽ തലവേദന മാത്രമോ ഛർദിയോ തലവേദന വെളിച്ചം കണ്ടാൽ പ്രശ്നം, സൗണ്ട് കേട്ടാൽ പ്രശ്നം, ഇങ്ങനെ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും നമ്മൾ തലവേദന ഒരു മാസത്തിൽ 5-ൽ കൂടുതലുണ്ടെങ്കിൽ തലവേദന വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി അറിയേണ്ട കാര്യം, ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് ഒരു കൈക്കും കാലിലും തളർച്ച പോലെ വരാം. ഹെമിപ്ലേജിക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞ തീവ്രമായ തലവേദനകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ തലവേദനയുള്ള ആൾക്കാർക്ക് നമ്മളെപ്പോഴും സ്ട്രോക്ക് മാത്രമായിരിക്കില്ല. സ്ട്രോക്ക് വരുന്ന ആൾക്കാർക്ക് ചിലപ്പം ഹെമിപ്ലേജിക് മൈഗ്രെയിൻ ആയിരിക്കും സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായിട്ടും വരുന്നത്, ഒരു കൈയും കാലും തളർന്നു വരുന്നത്. സോ അതുകൊണ്ട് അതിൻ്റെ ഹിസ്റ്ററിയും ഇമ്പോർട്ടൻ്റ് ആണ്. തലവേദന മൈഗ്രെയിൻ അല്ലാത്ത തലവേദനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈഗ്രെയിൻ വന്നാൽ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന തലവേദനയുണ്ട്. ക്ലസ്റ്റർ ഹെഡേക്ക്, ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രമായിരിക്കും തലവേദന വരുന്നത്. അതും കണ്ണിന് ചുറ്റുമായിരിക്കും വേദന വരുന്നത്. കണ്ണിന് ചുമപ്പ്, കണ്ണിക്കൂടെ വെള്ളം വരൽ, ആ സൈഡിലെ മൂക്ക് ഉണ്ടാകുന്ന അടപ്പ്, ഇതൊക്കെയാണ് ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ ലക്ഷണങ്ങൾ. ഈ ക്ലസ്റ്റർ ഹെഡേക്ക് ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് ഓക്സിജൻ കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്നത്. ഇതൊന്നുമല്ലാത്ത സെക്കൻഡറി ഹെഡേക്സ് ഉണ്ട്. സെക്കൻഡറി ഹെഡേക്ക് എന്ന് വെച്ചാൽ നമുക്ക് തലവേദന, തലയുടെ സ്കാൻ എടുത്താൽ എന്തെങ്കിലും പ്രശ്നം കാണുക, അല്ലെങ്കിൽ വേറെ ടെസ്റ്റുകളൊക്കെ എടുത്താൽ എന്തെങ്കിലും പ്രശ്നം കാണുക, അതിൻ്റെ പേരാണ് സെക്കൻഡറി ഹെഡേക്ക്. ഈ പ്രൈമറി ഹെഡേക്കിലുള്ള തലയുടെ സ്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നോർമലായിരിക്കും, വേറെ എന്ത് ടെസ്റ്റ് ചെയ്താലും നോർമലായിരിക്കും. പക്ഷേ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ തലയിൽ ട്യൂമർ ആയിരിക്കാം, അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലയിലെ മസ്തിഷ്ക ജ്വരമായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലവേദന ഉണ്ടാവാം. ഒരാൾക്ക് തലവേദന വന്നിട്ട് തൊട്ട് പുറകെ അപസ്മാരം വന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സെക്കൻഡറി ഹെഡേക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലവേദനകൾ വരാൻ ചാൻസ് ഉണ്ട്. ഈ തലവേദന വന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കാണേണ്ട ആവശ്യമുണ്ട്. ഇത്തരം നമുക്ക് അത് ഏതൊക്കെ കണ്ടീഷനാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തലവേദന നിൽക്കുക, അതുപോലെ രാത്രിയിൽ ഉറങ്ങുന്നതിനിടയ്ക്ക് നമുക്ക് തലവേദന വരിക, നിർത്താതെ ഉണ്ടാകുന്ന ഛർദി, തലവേദനയുടെ കൂടെ നിർത്താതെ ഉണ്ടാകുന്ന ഛർദി. ഒരു തവണ ഛർദിക്ക് നോക്കാം മൈഗ്രെയിനകത്ത് ഉണ്ടാകാറുണ്ട്. നിർത്താതെയുള്ള ഛർദി, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വന്നിട്ട് രണ്ടായിട്ട് കാണുക, അല്ലെങ്കിൽ മുഖം കൂടിപ്പോകുന്ന പോലെ വരിക, അപസ്മാരം വരിക, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.